ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നലെ ചീര വാങ്ങിയിട്ട് വന്നിട്ടാ വാടിയത് ചെറുതായിട്ട് വാടി. ഒരു സ്പെഷ്യൽ ചീരക്കറിയാണ് കേട്ടോ. അതെങ്ങനെയാണ് വെക്കുക നോക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്നും പറയണം. നമുക്കത് വാടും ചെയ്ത് അളിയും ചെയ്യും. അങ്ങനെ ഇതാക്കി വെച്ചിട്ട് വൃത്തിയാക്കിയിട്ട് നന്നായി കഴുകി എടുക്കണം. അടിയിലൊരു ചോപ്പ് ചെയ്ത എന്നിട്ട് പച്ചയാണല്ലോ. തന്നെ എടുക്കുക. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം, നന്നായി കഴുകിയെടുക്കണം. തേങ്ങ തിന്നാൻ പാടില്ല. കുറച്ച് തേങ്ങ ചേർക്കാം. വലിയ ടേസ്റ്റൊന്നുമില്ല. ഒന്നുമില്ല. അതുപോലെ ഭയങ്കര നൈസ്. താൻ നോക്കട്ടെ. ഇത്രയും കൂടി ഞങ്ങൾക്ക് മനസ്സിലായില്ല. ചെറുപയർ ഇട്ടിട്ടാണ് ചീരക്കറി വെക്കുന്നത്. ഒരു അര ഗ്ലാസ് ചെറുപയർ കുതിർത്തതാണ്. വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 4 വിസിൽ വരട്ടെ. തേങ്ങ അരച്ചിട്ട് വരാം. നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം. ചെറിയൊരു മുറി തേങ്ങ, 2 ചെറിയ ഉള്ളി, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, 3 കൂടി നന്നായി അരച്ചിട്ട് വരാം. ചെറുപയർ വെന്താ നോക്കാം. സൂപ്പറായി വന്നിട്ടാണ്. ഞാനത് ചട്ടിയിലേക്ക് മാറ്റട്ടെ. ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ടാൽ ഞാൻ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 5 പച്ചമുളക് ചെറുത്. കുത്തിക്കറിയാണെങ്കിൽ നല്ല എരിവുണ്ട്. അതെ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അങ്ങോട്ട് ചീരിയിട്ട് കൊടുക്കാം. ഒരു പിടി ചീര വാങ്ങിയിട്ട് ഇത്ര കിട്ടിയുള്ളൂ. നശിച്ചുപോയി. വെറുതെ അല്ലേ 2 പൊടി അടിക്കാൻ പറഞ്ഞത്. 1 പൊടി കിട്ടുള്ളൂ എന്നറിയാലോ. അടച്ചു വെച്ചിട്ട് വേകട്ടെ. ചീര വന്നൂട്ടാ. ഇതിലേക്ക് അരപ്പ് വെച്ച് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. എൻ്റെ കറി തിളച്ചു കൂട്ടാ. ഇനി താളിച്ചൊഴിക്കുക. കറി ചീഞ്ചട്ടി ഒന്ന് ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാവട്ടെ. കടുകിട്ട് കൊടുക്കുക. 5-6 ചെറിയുള്ളി,
2 വറ്റൽമുളക്, ഉള്ളി നന്നായി മൂത്ത് വെക്കാൻ. ഇത് കുറച്ച് മുളക് പൊടി ഇട്ടോ, കളറിനാണ്. ഒഴിച്ച് കൊടുക്കട്ടെ. സൂപ്പർ ചെറുപയറും ചീരയും കറി കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ഇതുപോലെ വയ്ക്കാത്തവരെന്ന് വെച്ച് നോക്കട്ടെ, അടിപൊളിയാണ്. കായക്കൊക്കെ മെഴുക്ക് വരട്ടി വെക്കാൻ കേട്ടോ. കുറേ സവാള ഇടുന്നു, നല്ല കഴിക്കാൻ പറ്റും. ഇനിയും സവാള ഇട്ടിട്ട് കൊടുക്കും. സവാള ചെറുതായിട്ട് വാടി വെക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, മുളക് പൊടി, ഉപ്പിട്ട് കൊടുക്കുക, നമ്മുടെ കായപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ ഇട്ട് വേവിച്ചെടുക്കണം, നന്നായി ചുരുട്ടിയെടുക്കണം, നല്ല കഴിക്കാണ്ടിരിക്കുള്ളൂ. കായപ്പൊക്കെ മെഴുക്ക് വെച്ച് റെഡി ആയിട്ടാണ്. നന്നായി ചുരുണ്ട് വന്നു. ചോറാക്കി കൊടുക്കട്ടെ. പുട്ടാണ് കേട്ടോ കഴിക്കാൻ രാവിലേക്ക്. പുട്ടും ചെറുപയറും വേഗട്ടെ. ഓ, എനിക്ക് പുട്ട് കഴിക്കാൻ കൊടുക്കട്ടെ. എനിക്ക് ചോറാക്കുക കേട്ടോ, ഇന്ന് സ്കൂളുണ്ടല്ലോ. ഈ ചെറുപയറും ചീരയും ഒരു പ്രാവശ്യങ്ങളും വെച്ച് നോക്കാം കേട്ടോ, പരിപ്പിനെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ട്. മതി മതി. കായപ്പയ്ക്ക് ഉപ്പേരി അല്ല മെഴുക്ക് വരട്ടി, എല്ലാം ഇത് തന്നെ, എല്ലാം ഒന്നെന്നെ പറയുന്നത്. ഇങ്ങനെ അയച്ചു വിട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ. പൈസ വളരെ ഫുല്ലാണ് കേട്ടോ. എന്താ പാമ്പുകൊണ്ടതിൻ്റെ അറിയില്ല, അതെനിക്ക് തോന്നണ്ട. എന്താ വെച്ചിട്ടാണ് അങ്ങനെ വെട്ടിയിട്ടാണ്. അപ്പോൾ കുറേ പുറത്ത് കൈ കൊണ്ട് വിളിക്കണ്ട. എത്രയാണ് അത് കുഴപ്പമില്ല, അല്ലെങ്കിൽ പൊട്ട പറ്റും. വെട്ടി ഒതുക്കിയാൽ മതി. എന്നിട്ട് വലിക്കുന്നു വേണം, വലിക്കുമ്പോൾ പിന്നെയും വരുമ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒതുക്കിയാൽ മതി. വലിച്ചാൽ കിട്ടില്ല, കയ്യും വേദനിക്കും. കല്ല വേണ്ട, കടകടാകുന്നു. വെട്ടി പറിച്ചെടുക്കട്ടെ കേട്ടോ.